welcome to his YouTube channel. Don't subscribe guys, please. കള്ളൻ കണ്ണുറക്കം പിടിച്ച് ഒരു യാത്ര തിരിക്കുകയാണ്. സമയം രാത്രി 12 മണി. ഇന്ന് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ ഡേ ഒന്നും അല്ല. ഇതിവിടെ ലോക്കറ്റിലെ ഒരു പതിവ് കാഴ്ചയാണ്. കൂട്ടുകാർ അവരുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. എന്തായാലും അതും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. പുലർച്ചെ 5 മണിക്ക് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ എത്തണം. അതാണ് ലക്ഷ്യം. നവംബർ മാസം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി യാത്രയെന്ന് ഞങ്ങൾ കരുതി. ഒരു നല്ല പാട്ടൊക്കെ വെച്ച് ചായ ഉണ്ടാക്കുകയാണ് നമ്മുടെ ചായക്കടല ചേട്ടൻ. ചായ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു. റോഡിലാണെങ്കിൽ നല്ല ഫോഗും. ഞങ്ങളുടെ വണ്ടിയുടെ വെളിച്ചത്തിൽ മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര പോകും. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വെളുപ്പിന് ഒരു 6 മണിയായപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ധർമ്മശാലയിൽ വങ്സൂം നാഗ് വാട്ടർഫോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺറൈസിന് വേണ്ടി ഓടിയതാ. എന്തായാലും ഇപ്പോൾ സൺറൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മേളിൽ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്താനായിട്ട് നോക്കാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു 12 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. എന്തായാലും നല്ല തണുപ്പുണ്ട്. അവിടേക്ക് പോകണം. ദാറ്റ്സ് എ സ്പോട്ട്. ഈ ഓടിച്ചാടി പോകുന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വഴികാട്ടിയായിട്ട് 2 നായ്ക്കുട്ടികളെയും കിട്ടി. പക്ഷേ അവരുടെ ഒപ്പം ഓടി പിടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പതിയെ എല്ലാവരും കയറി വരുന്നതേ ഉള്ളൂ. ഈ തണുപ്പത്ത് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഈ സൺറൈസ് ഇവിടെ നിന്ന് കാണുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്. ഒരുപക്ഷെ ഉറക്കമൊഴിച്ചതിനും ഓടിക്കയറിയതിനും ഒക്കെ ഒരർത്ഥമുണ്ടാകുന്നത് ഇങ്ങനൊരു സൺറൈസ് കാണുമ്പോഴായിരിക്കും. ഞാൻ വേറെ 2 ആൾക്കാരോടെ കാണിച്ചു തരാം. നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇത്രയും നേരം നമ്മൾ അക്കമ്പനി ചെയ്ത 2 ആൾക്കാർ. ഇവനുണ്ട്, ഒരു പേരും കൂടെ ഉണ്ട്. അതെ മുത്തേ, തെറ്റാട്ടോ, 2 ഒരു ഉഷാറാണ്. നമ്മളിവിടെ ഒപ്പം വന്ന് വഴി കെട്ടിത്തന്നുണ്ടോ. ഇത് ഗ്രൂപ്പ് ഫോട്ടോ കേട്ടോ. എടാ ഇങ്ങനെയല്ല, കാൻഡിഡ് ആവും. ആ ഇനി പറയ്. ഇത് കണ്ടില്ലേ, എന്ത് രസമാണിത് കാണാൻ. ഇതിൻ്റെ ശില്പി എത്ര ശ്രദ്ധയോടെ ആയിരിക്കും ഇതുണ്ടായിരിക്കുന്നത്. ഇതൊക്കെ അമ്പലങ്ങളാണ്. ഇനി കിട്ടിയ സമയം കൊണ്ട് ഞാനും ഒരെണ്ണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതാണ് ഈ കാണുന്നത്. എനിക്ക് എന്തിനാ ദൈവമേ ഇത്രയും കഴിവ് തന്നെയെന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദിയും പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. ഇതാണ് നമ്മൾ ലക്ഷ്യമിട്ട് വന്ന ബഗ്സൂം നാഗ് വാട്ടർഫാൾ. ഇനിയും മുകളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ താഴേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. നല്ല തണുപ്പുമുണ്ട് വെള്ളത്തിന്. അതറിയാതെ തൊട്ടുപോയതിൻ്റെ റിഗ്രറ്റിലാണ് തപ്ഷറി. ഇന്ന് രാവിലെ ഓടിക്കേറിയ വഴികളാണിതൊക്കെ. ഇത്രയും മനോഹരമായ താഴ്വരയിൽ കൂടെയാണ് വന്നതെന്ന് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രിയിൽ കുടിച്ച ചായയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനൊരു അവസാനം വേണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അടുത്ത ചായ കുടിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ പുതിയ കൂട്ടുകാരനും കിട്ടുന്നുണ്ട്. പോകുന്ന വഴിയിൽ മറ്റൊരു നല്ല സ്പോട്ട് കണ്ടു. സീസൺ സമയത്ത് പ്രവർത്തിച്ചിരുന്ന കടയോ മറ്റോ ആണ്. അല്പനേരം അവിടെ ഇരിക്കുകയെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ വല്ലതും കഴിക്കണ്ടേ എന്നുള്ള ചോദ്യത്തിൽ ഞാനും വീണു. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി. അതിവിശാലമായൊരു മാർക്കറ്റാണ് ഇവിടെയുള്ളത്. പലതരം കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കട. ഇത്തരം സാധനങ്ങളോട് താല്പര്യമുള്ള കരൻ വിലപേശലും തുടങ്ങി.
ഇവിടുത്തെ മെക്ലോഡഗഞ്ചിലെ മാർക്കറ്റ്, പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നുണ്ട്. വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് വില കുറക്കണില്ല. എന്താ വില കുറയ്ക്കാത്ത ബിസിനസ്. ഇതാണ് ഇവിടുത്തെ കാലചക്ര ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഉള്ളിൽ കയറേണ്ടവർക്ക് കയറാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് തിരിഞ്ഞു. കുറച്ചു നേരം അന്വേഷിച്ചാൽ എന്താ, ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥലം അടിപൊളിയാണ്, നല്ലൊരു സ്പോട്ട്. ഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ ട്രിയൂൺ പീക്കിലേക്ക് ട്രെക്ക് ചെയ്യാൻ ആരംഭിച്ചു. ഫ്രൈഡ് റൈസ് ആയിരുന്നു നമ്മൾ കഴിച്ചത്. ഫ്രൈഡ് റൈസ്, സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, ടിബറ്റൻ സ്റ്റൈൽ. നമ്മൾ സൺറൈസ് കാണാൻ വന്ന അതേ വഴിയിൽ കൂടെയാണ് ട്രിയൂണിലേക്കും പോകേണ്ടത്. പക്ഷേ വാട്ടർഫാളിൽ നിന്നും 4 കിലോമീറ്റർ കൂടെയുണ്ട് യാത്ര ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ കൂടെ കരൺ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പകുതി ദൂരം താണ്ടിക്കഴിഞ്ഞാണ്. ഞങ്ങളൊന്ന് ഫോൺ ചാർജ് ചെയ്യാൻ കയറിയതാണ്. ഈ ട്രിയൂൺ ശരിക്കും ഒരു സിമ്പിൾ ട്രക്കാണ് കേട്ടോ, ഈസി ട്രക്കാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഈസി ട്രക്കുകളിൽ ഒന്നാണ് ട്രിയൂൺ ട്രക്ക്. ആകെ നമുക്ക് 4 കിലോമീറ്റർ കയറിയാൽ മതി. അതും വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം നല്ല ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു തിരക്കേറിയ സ്ഥലമാണ്. ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ മേലേക്ക് പോകുന്നുണ്ട്. ക്യാമ്പ് അടിക്കാനാവണം. കാര്യം ഈ സമയത്ത് പോകണമെങ്കിൽ ഇനി തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കടന്നു കാണും. ഈ ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 2.5 കിലോമീറ്റർ. എന്തായാലും ഓരെ പോയി പിടിച്ചിട്ട് ഓരെ കണ്ടുപിട്ടിട്ട് നമുക്ക് കാണാം. ബാക്കിയുള്ളവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അല്പനേരം ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മുന്നിൽ ഒരു മനോഹരമായ നായക്കുട്ടി. അറ്റ് ലാസ്റ്റ് നമ്മളവരെ കണ്ടെത്തി ഗോയ്സ്. ആയിരിക്കണം തബ്. വന്നപ്പോൾ തന്നെ അമർ ഇത്രയും നേരം കളിയാക്കാൻ കാത്തു വെച്ചിരുന്നതെല്ലാം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ഷിബി വീണോ? പക്ഷെ അധികം വൈകാതെ തന്നെ എല്ലാവരും ഒരു ചെറു മയക്കത്തിലേക്ക് കടന്നു. അടുത്തുള്ളൊരു മരത്തിൽ കണ്ട കാഴ്ചയാണ് ഇത്. ഏതു മൃഗത്തിൻ്റെതാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അല്പനേരം വിശ്രമിക്കാമെന്ന് ഞാനും കരുതി. ഇനിയൊരു 2 കിലോമീറ്റർ കൂടി ഉണ്ടാകും പോകാൻ. വലിയ പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ വന്ന് ഈ പടുകൂറ്റൻ പർവ്വതങ്ങളെ കെട്ടിപ്പിടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വളരെ ചെറിയ സമയം ഒരുമിച്ച് നിന്ന് എന്നേക്കുമായി പിരിയുന്ന കാഴ്ച. അതും നോക്കി കുറച്ചു നേരം ഞാൻ അങ്ങനെ നിന്നു.